ചെടി നട്ട് അതിൻ്റെ മേലെ പൊത ഇടുന്നതിന് പോലെ നമ്മൾ വളം ഇടുന്ന പോലെ ചകിരിച്ചോറ് കമ്പോസ്റ്റ് അല്ലെങ്കിൽ ചകിരിച്ചോറ് ഇട്ട് കൊടുക്കാറുണ്ട്. എന്നിട്ട് പറയും ഞാൻ ചകിരിച്ചോറ് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയും. അപ്പം അങ്ങനെ മേലെ ഇട്ട് കൊടുത്തതിൻ്റെ കാര്യമില്ല, ആ പോട്ട് മിക്സിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ മണ്ണ് ടൈറ്റ് ആവാതിരിക്കുള്ളൂ കേട്ടോ. ഹായ്, നമസ്കാരം. ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനെന്ന് പറയാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചാൽ, പലരും എന്നോട് ചോദിക്കുന്നതാണ്, പലരും ചിന്തിക്കുന്നതുമാണ്. വെച്ചാൽ നമ്മൾ പോട്ടി മിക്സ് റെഡിയാക്കുമ്പോൾ എന്തിനാണ് നമ്മൾ ചകിരിച്ചോറ് ആഡ് ചെയ്യുന്നത്, അതേപോലെ ഒമി ആഡ് ചെയ്യുന്നത്, നമ്മളെ വെർമിക്കുലേറ്റ് പെർലൈറ്റ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യുന്നത് എന്തിനാണെന്നുള്ളത്. അപ്പോൾ അവരെന്നെ ചോദിക്കുന്നതാണ് കേട്ടോ, നമ്മൾ മണ്ണിൽ കൃഷി ചെയ്യുമ്പോൾ ഇതൊന്നും ആഡ് ചെയ്യാതല്ല നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ ഇത് വളമാണോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ചകിരിച്ചോറാണെങ്കിലും അതേപോലെ പെർലൈറ്റ് ആണെങ്കിലും വെർമിക്കുലൈറ്റ് ആണെങ്കിലും ഉമി ആണെങ്കിലും ഒക്കെ നമ്മൾ ആഡ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ, പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മണ്ണ് ഉറയ്ക്കാതിരിക്കാൻ, മണ്ണിൽ നല്ല രീതിയിൽ എയർ സർക്കുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട്, മണ്ണിൽ നമ്മളെ വെള്ളം പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടും വേരുകൾക്ക് കറക്റ്റ് ഓടാൻ വേണ്ടിയിട്ടുമാണ് നമ്മളിത് പോട്ടി മിക്സിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അതെന്താണെന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ മണ്ണ് ഇപ്പോൾ പോട്ടി മിക്സ് റെഡിയാക്കാൻ വേണ്ടി മണ്ണ് മാത്രം നമ്മൾ എടുക്കാന്നുണ്ടെങ്കിൽ അധികം ആൾക്കാർ നമ്മളൊന്നെങ്കിൽ പാക്കറ്റ് മണ്ണ് എടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടിട്ട മണ്ണുകളൊക്കെ ഉണ്ടല്ലോ, നല്ല തരിച്ചിട്ട് ചെമ്മണ്ണായിട്ട് നമ്മൾ എടുക്കും മണ്ണ്. അപ്പോൾ ഈ ഒരു മണ്ണിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഈ മണ്ണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഇപ്പോൾ നിങ്ങൾ പോട്ടി മിക്സ് റെഡിയാക്കി ചെടി നട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ ഈ മണ്ണ് പശ പോലെ ആയിട്ട് ഉണ്ടാവും. ജസ്റ്റ് കോയമ്പ് രൂപത്തിൽ പശ പോലെ ആയിട്ട്. അതേ സാധനത്ത് കുറച്ച് വെയിലടിച്ച് കഴിഞ്ഞാൽ ഇത് പാറ പോലെ ഉറച്ച് കിടക്കുന്നതും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ എന്താ വെച്ചാൽ വേരുകൾക്ക് സ്ട്രെസ് വരിക ചെയ്യുക, വേരുകൾ നല്ല ടൈറ്റായി പോവുക ചെയ്യുക, വേരുകൾക്ക് വെള്ളമോ വളമോ വലിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല, വേരുകൾക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടും പറ്റില്ല. കാരണം വേരുകൾ ഇങ്ങനെ തുളഞ്ഞു കുളിഞ്ഞ് പോകുന്നുണ്ടെങ്കിലും വേരുകൾ ഒരു കാരണവശാലും സൂചിയല്ല, അത്രക്കും പാറ പോലത്തെ തുളച്ചു പോകാനുള്ള കഴിവൊന്നും വേരുകൾക്കില്ല. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വെള്ളമോ വളമോ ഒന്നും കാര്യങ്ങൾ വലിച്ചെടുക്കാൻ പറ്റില്ല. വെള്ളം ഇപ്പോൾ നമ്മൾ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പാറ പോലെ ഉറച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പോട്ടിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ കൂടെ വെള്ളം ഒലിച്ച് പോവുക ചെയ്യുള്ളൂ, ഈ വേരുകൾക്ക് വെള്ളം കിട്ടൂല. അപ്പോൾ അതിനാണ് നമ്മൾ ആ ഒരു ഉറയ്ക്കൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചകിരിച്ചോറ് നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു, പെർലൈറ്റ് അല്ലെങ്കിൽ ഉമ്മിയൊക്കെ. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ മണ്ണ് ഒരിക്കലും ഉറയ്ക്കില്ല. കാരണം മണ്ണ് നമ്മളിപ്പോൾ കൂട്ടി പിടിച്ച് കഴിഞ്ഞാലും മണ്ണ് ഉറയ്ക്കാതിരിക്കും. അപ്പോൾ വേരുകൾക്ക് കറക്റ്റായിട്ട് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ വെള്ളമോ വളമോ കൊടുത്തു കഴിഞ്ഞാലും വേരുകൾക്ക് അത് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോഴാണ് നമ്മൾ ചെടി നട്ട് കഴിഞ്ഞാൽ 1 മാസം കൊണ്ട് തന്നെ ചെടി അത് ഗ്രോത്തിലേക്ക് വരാം. മറ്റേത് എന്താ വെച്ചാൽ, ചെടി നമ്മൾ നട്ട് കഴിഞ്ഞാൽ അവിടെ അതേപടി തന്നെ നിൽക്കും, കാരണം ചെടി ഗ്രോത്തിലേക്ക് വരിക. പിന്നെ പയ്യെ ആ ചെടി ഉണങ്ങി പോകാൻ വേണ്ടിയിട്ടും ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മണ്ണിൽ എയർ സർക്കുലേഷൻ കറക്റ്റ് നടക്കുമ്പോൾ മാത്രമേ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം മണ്ണിലുണ്ടാവുള്ളൂ, മണ്ണിൽ നല്ല രീതിയിൽ ജൈവാംശം നിലനിൽക്കുള്ളൂ. മറ്റേത് ഡ്രൈ ആയി കിടക്കുന്ന ടൈമിൽ നമ്മൾ എന്ത് വളമിട്ട് കൊടുത്തിട്ട് ഒരു കാര്യമില്ലല്ലോ, കാരണം മണ്ണ് ഡ്രൈ ആയി കിടക്കുക. അപ്പോൾ മണ്ണിലൊരു കാരണവശാലും ജൈവാംശം ഉണ്ടാവില്ല, മണ്ണിലൊരു കാരണവശാലും ഈർപ്പും ഉണ്ടാവില്ല. ഇനി നേരത്തെ ചോദിച്ചിട്ടുള്ള ചോദ്യം വെച്ചാൽ, നമ്മൾ മണ്ണിൽ നടുമ്പോൾ നമ്മളിതൊക്കെ ഇട്ട് കൊടുത്തിട്ടാണോ നമ്മൾ നടുന്നതെന്നുള്ളത്. ശരി തന്നെയാണ്. മണ്ണിൽ നടുമ്പോൾ നമ്മൾ പണ്ട് മുതലുള്ള പറമ്പിലെ മണ്ണൊക്കെ എന്നുണ്ടെങ്കിൽ അതിൽ ചെറിയ ചെറിയ കല്ലുകളുണ്ടാവും. അപ്പോൾ കല്ലുകളുണ്ടാവുമ്പോൾ മണ്ണൊരു കാരണവശാലും മേൽഭാഗം നമുക്ക് ഉറച്ച പോലെ തോന്നിയാലും അടിഭാഗത്ത് ഉറച്ചിട്ടുണ്ടാവില്ല, വേരുകൾക്ക് കറക്റ്റായിട്ട് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതേ സ്ഥാനത്ത് നമ്മളിപ്പോൾ കൊണ്ടിട്ട മണ്ണ്, ഇപ്പോൾ ഒരു വീട് പണി നടക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടേക്ക് മണ്ണ് കൊണ്ടിട്ട് അത് നല്ല കറക്റ്റ് നിരപ്പാക്കി അവിടെ നമ്മൾ ചെടി നടുകയെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഇതേപോലെ ഒന്നെങ്കിൽ ചകിരിച്ചോറോ അല്ലെങ്കിൽ കരിയിലകളോ പച്ചിലകളോ അങ്ങനെയൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ കുയിലൊക്കെ, ഇപ്പോൾ നമ്മൾ കുയി എടുത്തു കഴിഞ്ഞാൽ ആ കുയിലെ മണ്ണിലേക്ക് കറക്റ്റ് ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ നടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇതേപോലെ തന്നെ സംഭവിക്കും. കാരണം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ പശ പോലും അല്ലാത്ത ടൈമിൽ ടൈറ്റ് ആയിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. ഇത് കൊടുത്താൽ ഇത് വളമായിട്ടാണോ ഉപയോഗിക്കുന്നത് പലരും തെറ്റായിട്ട് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളമായിട്ടല്ല. കാരണം ഈ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ, മണ്ണിൽ നല്ല രീതിയിൽ എയർ സർക്കുലേഷൻ വരണം, മണ്ണിൽ ഈർപ്പം നിലനിൽക്കണം, വേരുകൾക്ക് സഞ്ചരിക്കാം. അതിനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ചകിരിച്ചോറ് കമ്പോസ്റ്റ് ആക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിലൂടെ ചെറിയ തോതിൽ നൈട്രജനൊക്കെ ചെടികൾക്ക് കിട്ടുന്നതാണ് കേട്ടോ. അല്ലാതെ ഇതൊരു പ്രധാന വളമായിട്ടൊന്നല്ല നമ്മൾ ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുന്നത്. കാരണം എന്താ പറയുക, പലരും എനിക്ക് വാട്സാപ്പിലൊക്കെ വോയിസ് അയക്കുമ്പോഴല്ലേ ഫോട്ടോ അയച്ചിട്ടൊക്കെ കാണിച്ചു തരും. കഴിച്ചാൽ ചെടി നട്ട് അതിൻ്റെ മേലെ പൊത ഇടുന്നതിന് പോലെ നമ്മൾ വളം ഇടുന്ന പോലെ ചകിരിച്ചോറ് കമ്പോസ്റ്റ് അല്ലെങ്കിൽ ചകിരിച്ചോറ് ഇട്ട് കൊടുക്കാറുണ്ട്. എന്നിട്ട് പറയും ഞാൻ ചകിരിച്ചോറ് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ അങ്ങനെ മേലെ ഇട്ട് കൊടുത്തതിൻ്റെ കാര്യമില്ല, ആ പോട്ട് മിക്സിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ മണ്ണ് ടൈറ്റ് ആവാതിരിക്കുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ ചകിരിച്ചോറ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ കാർ ഫാക്ടറിയിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാതിരിക്കുക. കാരണം അതിലൊരു കറ ഉണ്ട്, അപ്പോൾ അത് വേരുകൾക്ക് ദോഷമാണ്. അപ്പോൾ ഒന്നെങ്കിൽ നമ്മളത് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക, വെള്ളത്തിലിട്ട് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തതിന് ശേഷം നമ്മളത് പോട്ട് മിക്സിൽ ആഡ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ കമ്പോസ്റ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇനി അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ഞാൻ പറയാനുണ്ട്. കാരണം എൻ്റെ വീഡിയോ കാണുന്ന ഒരു സുഹൃത്തിന് ഒരു അപകടം പറ്റിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ആ സുഹൃത്ത് വീട്ടുമുറ്റത്ത് നല്ല രീതിയിൽ ഫ്രൂട്ട് പ്ലാന്റ്
ചെയ്യുന്നുണ്ട്, കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ചൂടുകാലം ആയതുകൊണ്ട് ആ സുഹൃത്ത് നല്ല രീതിയിൽ കരിയിലും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കരിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ ഈ സുഹൃത്ത് രാവിലെ നനയ്ക്കുന്നുണ്ട്, ചൂടായതുകൊണ്ട് വൈകുന്നേരം നനയ്ക്കുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരം ഒരു ഇരുടായതിൻ്റെ ശേഷമാണ് നനയ്ക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ ഈ കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ചൂടുകാലമായി കഴിഞ്ഞാൽ ഈ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ പാമ്പുകൾ വന്ന് കിടക്കാൻ ചാൻസ് കൂടുതലാണ്. പക്ഷേ പ്രത്യേകിച്ച് വനമുള്ള പാമ്പുകൾ നമ്മളെ ഈ അണലിയൊക്കെയാണ് കൂടുതലായിട്ട് ഇങ്ങനെ വന്ന് കിടക്കുക. അപ്പോൾ നമ്മൾ ഈ നനയ്ക്കാൻ പോകുമ്പോഴൊക്കെ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം മൂപ്പര് നനയ്ക്കാൻ പോകുമ്പോൾ മൂപ്പർക്ക് ചെറുങ്ങനെ ബൈറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ വലിയ അപകടമല്ല. കാരണം എന്താ വെച്ചാൽ കാര്യമായിട്ടുള്ള വനം ഉള്ളോട്ടേക്ക് കയറിയിട്ടില്ല. അതുകൊണ്ട് ആളിപ്പോൾ റിക്കവർ ആയിട്ടുണ്ട്. കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് ഇപ്പോൾ റിക്കവറി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ചൂടുകാലത്ത് എല്ലാവരും പുതൊക്കെ ഇട്ട് കൊടുക്കും ചെടിൻ്റെ ചൂട്ടിൽ. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് അങ്ങോട്ട് കയറി ചെല്ലാതിരിക്കുക. കാരണം ഒന്ന് തട്ടി മുട്ടിയിട്ടൊക്കെ നമ്മൾ നനയ്ക്കാൻ വേണ്ടിയിട്ട് പോകും. പിന്നെ കഴിയുന്നതും നമ്മൾ ഇരുടാവുന്നതിന് മുന്നേ തന്നെ നമ്മൾ നനയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഞാൻ പ്രത്യേകം പറഞ്ഞ നമ്മളെ വീട്ടമ്മമാരോടാണ് കേട്ടോ. കാരണം വീട്ടമ്മമാർ വീട്ടിന് ചുറ്റൊക്കെ കൃഷി ചെയ്തിട്ട് വൈകുന്നേരവും രാത്രിയൊക്കെ നനയ്ക്കുന്നവരുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്